ഒരുപാട് യൂട്യൂബേഴ്സ് അസ്വസ്ഥരാണ് ലക്ഷ്മിപ്രിയ എത്രയും പെട്ടെന്ന് രാജിവെച്ചതിൽ. എന്തുമാത്രം അരിയാണ് പുള്ളിക്കാർ വിറ്റോണ്ടിരുന്നത്. റൈസ് ബാഗ് ആയിരുന്നു. ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. സത്യം പറഞ്ഞ എല്ലാവരും രാജ്യം വെച്ച് ജീവനം കൊണ്ട് ഓടിപ്പോയി. ഒന്ന് എയറിലാവാൻ വയ്യ, രണ്ട് എനിക്ക് തോന്നുന്നു ഇന്റേണൽ പ്രഷർ കൂടെ ഉണ്ടായിട്ടുണ്ട് ആ സംഘടന. ഇതുപോലൊരു വക്കുട്ടിയ സംഘടന. എനിക്ക് എന്താണെങ്കിലും സന്തോഷമായി. ബുദ്ധി ഉപയോഗിച്ച് അവൾക്ക് തന്നെ മനസ്സിലായി എന്തായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ്. അതുകൊണ്ട് അവൾ രാജിവെച്ചു. ഓരോ 3 മാസം കൂടുമ്പോൾ ഈ സംഘടന ഏറിപ്പോവും. ലാസ്റ്റ് ചാനലുകാർ, എനിക്ക് തോന്നുന്നു ബിഗ് ടി വി ആണെന്നുണ്ട്, ഇവരെ വിഴുപ്പലക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചാനലുകാർ വരെ നിർത്തിപ്പോയി. ഈ സംഭവം ശരിക്കും പറഞ്ഞാല് ഓൺലൈൻ മീഡിയക്കാർക്ക് ഒരു ചാകരയാണ്. ഇവര് വന്നാലും നിന്നാലും ഡാൻസ് കളിച്ചാലും ഏറിപ്പോവും. ആൾക്കാർ അങ്ങനെയാണ് ഏറി കയറ്റണത്. സ്വാഭാവികമായിട്ട് ഓൺലൈൻ മീഡിയക്കാർക്കും കത്തി കയറാണ്, വ്യൂസ് ഒക്കെ ഫോളോവേഴ്സ് ഒക്കെ അടിച്ചു കയറാണ് ഇതിറ്റങ്ങളുടെ കോപ്രായങ്ങൾ കാണാൻ വേണ്ടിട്ട്. അലിൻ ജോസ് പെരേരയും ആറട്ടണനൊന്നും ഒന്നുമല്ല. ലക്ഷ്മിപ്രിയ വന്നിട്ട് 2 വർത്താനം പറഞ്ഞാൽ മതി, 1 മില്യൺ വ്യൂസ്. അല്ലെങ്കിൽ ടിനി ടോമും കൂടെ നടന്നു പോയാൽ മതി. ഞാൻ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. ഇങ്ങനെയാണ് ഞാൻ കളിക്കില്ല ലക്ഷ്മിപ്രിയ. ഓൺലൈൻ മീഡിയസ് ഒക്കെ ലക്ഷ്മിപ്രിയയുടെ പിന്നാലെയാണ്. ചേച്ചി നിങ്ങൾ രാജിവെക്കരുത്, ഞങ്ങളുടെ അന്നം മുട്ടിക്കരുത്. അതിലെ മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഇതൊക്കെ സംഭവിക്കാൻ കാരണം മാധ്യമങ്ങളാണ്. 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്തെ സംവിധായകരെന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയ എപ്പോഴും ബിഗ് ബോസ് വിട്ടിട്ടില്ല. ആ ഒരു വേൾഡിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ശരിക്കും പറഞ്ഞ ലക്ഷ്മിപ്രിയ രാജി വെക്കരുതായിരുന്നു. ആ സംഘടന ഇനി രക്ഷപ്പെടും. Breathe in sharp, breathe out slowly, okay? നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പോ ഇത്തരം ഗൂഢാലോചനകൾ എന്ത് കാര്യണ്ട റിപ്പോർട്ടർക്ക് ചോദിക്കണ്ട. ഗൂഢാലോചന നടക്കണ്ടോ? നിങ്ങൾ മീഡിയക്കാർ തന്നെയാണ് ഗൂഢാലോചന നടത്തുന്നത്. ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ.